വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇന്നലെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഒരു ഹൈ ആണ്. ഈ ഒരു ഹൈയും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഈ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തുമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്തിയിട്ടുണ്ട്. എത്തൽ മാത്രമല്ല, താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് വീണ്ടും മാർക്കറ്റ് അതിനെ തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എനിവേ 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി അവിടേക്ക് വരികയാണെങ്കിൽ ഒരു റിവേഴ്സൽ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് സപ്പോർട്ടായിട്ട്. ഇത്രയാണ് 1 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 15 മിനിറ്റ്സിലോട്ട് പോയതിനു ശേഷം എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. 15 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ഈ ഏരിയയുടെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്ത ഏരിയ ആണ്. അപ്പൊ ഇതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് 15 മിനിറ്റ്സിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു സ്വിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും താഴോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് വീണ്ടും ഒന്ന് മുകളിലോട്ട് കയറിയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് മുകളിലോട്ടോ താഴോട്ടേക്കോ ഒന്നും അറിയാത്തൊരു ലെവലിൽ നിൽക്കുകയാണ്. എനിവേ എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് 15 മിനിറ്റ്സിന്റെ ഈ ഒരു സ്വിങ്ങിന്റെ താഴോട്ട് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്വിങ്ങിന്റെ താഴേക്കാണ് ഒരു എൻട്രി സാധ്യത. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് നല്ലൊരു ക്യാൻഡിൽ ഇവിടുന്ന് ബ്രേക്ക്ഔട്ട് തന്നിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുകളിലോട്ട് വരുന്ന ഒരു റീടെസ്റ്റിലേക്ക്, അതായത് അപ്പൊ തന്നെ വരുന്ന റീടെസ്റ്റിലേക്ക് നമുക്കൊരു എൻട്രി സാധ്യത ഉണ്ട്. അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ ഈ ലോയിനെ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവൽ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്നൊരു സെൽ എൻട്രി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ബൈ എൻട്രി എന്ന് പറയുന്നതും ഈ ഒരു ഹൈയുടെ മുകളിലാണ്. ഈ ഹൈയുടെ മുകളിലേക്ക് ഒന്ന് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ട് റീടെസ്റ്റ് വീണ്ടും അവിടേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് ഒരു ബൈ എൻട്രി ഉണ്ട്. ആ ഒരു ബൈ എൻട്രി ഏറെക്കുറെ നമുക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയ വരെ വരാം. റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രത്യേകത അതിൻ്റെ ഉള്ളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. ആ ഒരു ഇംബാലൻസ് വരെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് 2 എൻട്രി സാധ്യതകൾ ഉള്ളത്. ഇനി അടുത്തൊരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു റെസിസ്റ്റൻസിനൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം മുകളിലൊരു സപ്ലൈ നന്നായിട്ട് നടന്നാണ്. അപ്പൊ അവിടേക്ക് വരികയാണെങ്കിൽ, അതായത് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് ഡീപ്പായിട്ട് ഇറങ്ങില്ല, വീണ്ടും ഈ ഒരു ലെവലിലേക്ക് തന്നെ ആയിരിക്കും ഇറങ്ങുന്നുണ്ടാവുക. അപ്പൊ അവിടെയും ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു സപ്പോർട്ട് നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ട് ലൈനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നല്ല റിജക്ഷൻ ക്യാൻഡിൽ മുകളിലോട്ട് തരികയാണെങ്കിൽ, റിജക്ഷൻ ക്യാൻഡിൽ തരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതൊരു സിംഗ് ലോയാണ്, വളരെ കാലമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു സിംഗിന്റെ ലോയാണ്. അപ്പൊ അവിടെ നിന്ന് നല്ല റിജക്ഷൻ ക്യാൻഡിൽ പ്ലസ് റിജക്ഷൻ പാറ്റേണും കൂടി തരികയാണെങ്കിൽ വീണ്ടും അതിലേക്ക് റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് ബൈ എൻട്രിയും കൂടി ഉണ്ട്. ആ പാറ്റേൺ എവിടെ ക്രിയേറ്റ് ചെയ്തു എന്ന് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ബൈ എൻട്രി എടുക്കാൻ പറ്റുക. അപ്പൊ പ്രധാനമായും ഇത്ര കാര്യങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയാണ് എൻട്രി സാധ്യതകൾ ഉള്ളത്. മാർക്കറ്റിൽ ലൈവിൽ എന്ത് സംഭവിക്കുന്നു അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ അനാലിസിസിൽ പരിപൂർണമായി വിശ്വസിക്കാതെ എപ്പോഴും നിങ്ങളുടേതായ ഒരു വ്യൂ ഉണ്ടാവുന്നത് നല്ലതാണ്. എന്നിട്ട് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ട് ആ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.